ഒരു പെൺകുട്ടി, പേരെല്ലാവർക്കും അറിയാം, നൂപുർ ശർമ്മ എന്നാണ്. അവരുടെ വളരെ ഹൃദയസ്പർശിയായ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മൾ പലരും കണ്ടിട്ടുണ്ട്. അതിനകത്ത് നൂപുർ ശർമ്മ പറയുന്നത് വല്ലാതെ ഹൃദയത്തെ വന്ന് തൊട്ടു. सनातनियों के लिए, हिंदुओं के लिए और कोई देश भी नहीं है, ये सत्य हम सबको भी पता है. जब ऊंचे पदों पे बैठे लोग कह देते हैं हिंदू हिंसक हैं, അവർ പറയുന്നു, ഇന്ത്യയിൽ പലരും പറയുന്നുണ്ട് ഇന്ത്യ ഹിന്ദുക്കൾ വളരെ അക്രമകാരികളായ ആളുകളുള്ള ഒരു നാടാണ്. അതുകൊണ്ട് ഉന്നത സ്ഥാനത്തിരിക്കുന്നവർ പറയുന്നു ഈ മതത്തെ ഉന്മൂലനം ചെയ്യണമെന്നൊക്കെ പറയുന്നു. ഹിന്ദുക്കൾ അക്രമകാരികളാണെങ്കിൽ എൻ്റെ ഈ മാതൃഭൂമിയിൽ ഞാൻ ഇങ്ങനെ സുരക്ഷാ ഭടന്മാരുടെ അകമ്പടി ഇല്ലാതെ പുറത്തു പോകാൻ പോലും പറ്റാതെ ജീവിക്കേണ്ടി വരുമായിരുന്നില്ല എന്ന് എനിക്ക് വലിയ സങ്കടം തോന്നി. അവർ നല്ലൊരു പ്രാസംഗികയാണ്. വികാരഭരിതമായിട്ട് അവരവരുടെ അവസ്ഥ പറയുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. ബട്ട് ഇതിലൊരു കാര്യമുണ്ട്, അവരെ വാസ്തവത്തിൽ നമ്മൾ വഴിയിൽ ഉപേക്ഷിക്കരുത്. എല്ലാവരും, ഭരണകൂടമടക്കം BJP അടക്കം. അങ്ങനെയാണ് അവർ ഈ ഗതിയിലെത്തിയത്. അവർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ ആരുമില്ലാതെ പോയി. ഫൈറ്റ് ചെയ്യുന്നത് ഒരു കാര്യമാണ്, സംരക്ഷിക്കുന്നത് വേറൊരു കാര്യമാണ്. ഒരു ബഹളം നടക്കുമ്പോൾ ഞാൻ ഓടി സുനിലിൻ്റെ വീട്ടിൽ കയറുന്നു, സുനിൽ വാതിൽ തുറന്ന് തന്നെ അച്ചുംപുറത്തിരുത്തുന്നു. സംരക്ഷണമാണ്. ഓടി വരുന്ന ഒരു മോഹൻദാസ് വന്നു, വന്നില്ലല്ലോ എന്ന് പറയുന്നു, എന്നെ സംരക്ഷിച്ചു. ഇതാണ് സംരക്ഷണം. അതല്ല മോഹൻദാസ് അവിടെ നിൽക്കുക, ആരാ വരുന്നത് ഞാനൊന്ന് കാണട്ടെ, അതാണ് അഗ്രസീവ്നെസ്. ഇവിടെ നിൽക്കുന്നു, അല്ല ഞാനെവിടെയെങ്കിലും ഒളിക്കൊന്നും വേണ്ട, ഞാനില്ല, ധൈര്യമായിട്ട് നിൽക്കുക, ആരാ നീ, ഇത് ചോദിക്കാനുള്ള അഗ്രസീവ്നെസ് അന്ന് BJPയും കാണിച്ചില്ല, ഭരണകൂടവും കാണിച്ചില്ല. സോഷ്യൽ മീഡിയയിലെ ഹിന്ദുക്കൾ, അവർക്ക് സോഷ്യൽ മീഡിയയിലേ ഉള്ളൂ. അതെ, അവർ ഭീകരമായിട്ട് നൂപുർ ശർമ്മയെ പിന്തുണച്ചു. അവരുടെ സപ്തനാടിയും തളർന്നു പോയത് സുപ്രീം കോടതി ജസ്റ്റിസ് പർദീവാല അവരുടെ നേർക്ക് ക്ഷോഭിച്ചപ്പോഴാണ്, അവരുടെ വക്കീലിൻ്റെ നേർക്ക്. അവർ സുപ്രീം കോടതിയിൽ പോയത് അവർക്കെതിരെ 110 സ്ഥലത്തെ FIR ഇട്ടിരുന്നു. ആ FIR പോലും ഇടാൻ പാടില്ലാത്തതായിരുന്നു. കാരണം ഖുറാനിലില്ലാത്ത ഒരു കാര്യവും ആ സ്ത്രീ ആ ചർച്ചയിൽ പറഞ്ഞിട്ടില്ല. അവർക്കെതിരെ ഇരുന്ന ആൾ ഒരുപാട് അവരെ പ്രകോപിപ്പിച്ചപ്പോഴാണ് അവർ പറഞ്ഞത്, നിങ്ങളിങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഖുറാനിലുള്ള ഇന്ന കാര്യങ്ങൾ ഞാൻ പറയട്ടെ ഞാൻ എന്ന് ചോദിക്കുന്നു. അവർ നല്ല ഡിബേറ്ററുമാണ്. ഈ ചോദ്യമാണ് അവർ ചോദിച്ചത്. ഇതിൻ്റെ പേരിലാണ് ആ സൂ ബെയർ എന്ന് പറയുന്ന, ബെയർ എന്ന് വെച്ചാൽ എന്താ, കരടി, ഈ കാഴ്ച ബംഗ്ലാവിലെ കരടി എന്ന് അവൻ അത് എഡിറ്റ് ചെയ്തിട്ട് ഇസ്ലാമിനെതിരാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് വൻ ബഹളമുണ്ടായി. അതിൽ ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടിയിരുന്നത് ഈ ഡിബേറ്റിലിരുന്ന ആ മുസ്ലിമിനെയും സൂ ബെയർ എന്ന ഈ തെണ്ടിയെയുമാണ് ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടിയിരുന്നത്. അത് ചെയ്തില്ല. നാടെങ്ങും ഇവർക്കെതിരെ FIR പോലീസ് എടുത്തു. ഈ FIR എല്ലാം കൂടെ ക്ലബ് ചെയ്തിട്ട് ഡൽഹിയിലെ ഏതെങ്കിലും മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് കൊണ്ടുവരണം. ഇതാണ് അവർ സുപ്രീം കോടതിയിൽ പോകാൻ കാരണം. ഇതിനായിട്ട് എല്ലാവരും സുപ്രീം കോടതിയിൽ പോകാറുണ്ട്. ഞാനൊരു അപരാധം ചെയ്തു എന്ന് പോലീസിന് തോന്നുന്നു, FIR രജിസ്റ്റർ ചെയ്യുന്നു. കന്യാകുമാരി മുതൽ കാശ്മീർ വരെ എനിക്ക് എല്ലാ കോടതിയിലും പോയി ജാമ്യം എടുക്കാൻ പറ്റുമോ? അപ്പം ഞാൻ സുപ്രീം കോടതിയിൽ പോയിട്ട് പറയും, ഇതെല്ലാം കൂടെ ചേർത്ത് ഏതെങ്കിലും ഒരു കോടതിയിലാക്കി തരണം. അപ്പോൾ സുപ്രീം കോടതി അത് ഒറ്റ കോടതിയിൽ രാജ്യത്തെ എല്ലാ FIRഉം ഇന്ന മജിസ്ട്രേറ്റിനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഉത്തരവാദം. പിന്നെ ആ മജിസ്ട്രേറ്റ് കോടതിയിൽ മാത്രം ഞാൻ പോയാൽ മതി. ഇതെല്ലാ പൗരനുമുള്ള ഒരു അവകാശമാണ്. ഇതിനു വേണ്ടിയിട്ടാണ് അവർ പോയത്. ജസ്റ്റിസ് പർദീവാല ക്ഷോഭിച്ചിട്ട്, ഇതൊന്നും റെക്കോർഡിനില്ല, കാരണം കോടതികൾക്ക് അങ്ങനെ ഒരു കാര്യമുണ്ടില്ല, പറയാനുള്ളത് പറയുകയും ചെയ്യാം, അത് എഴുതാതെയും ഇരിക്കാം, എഴുതിയ സാധനം അപ്ലോഡ് ചെയ്യാതിരിക്കാം ബുദ്ധിപൂർവ്വം. ഞാനത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഇതിനിടയ്ക്കൊരു ഡെവലപ്മെൻ്റ് ഉണ്ടായി. ജാർഖണ്ഡ് ഹൈക്കോടതി കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം കൊടുത്തു, ജാർഖണ്ഡിലുള്ള ഇല്ലീഗൽ ഇമിഗ്രൻസിനെ പുറത്താക്കണം. ബംഗ്ലാദേശി ഇമിഗ്രൻസാണ്. വാർത്തയൊക്കെ വന്നിരുന്നു, CA വാർത്ത വന്നു, ആ ജഡ്ജ്മെൻറ്റ് വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാനതിൽ പ്രതികരിക്കാതിരുന്നത്. ഞാൻ സാധാരണ ഇതിൽ സുനിലിനറിയാമല്ലോ, ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ ജഡ്ജ്മെൻറ്റ് വെച്ച് ഞാൻ പ്രതികരിക്കുകയുള്ളൂ. കാരണം
ഈ വായ കൊണ്ട് പറയുന്നതൊന്നും ജഡ്ജ്മെൻറ്റിൽ ഉണ്ടാവാറില്ല. ചിലപ്പോൾ വായ കൊണ്ട് ഒന്നും പറയാതെ ഇതെല്ലാം ജഡ്ജ്മെൻറ്റിൽ എഴുതി വയ്ക്കും. അതാണ് അലഹാബാദ് ഹൈക്കോടതിയുടെ വിധി. അങ്ങേര് പറഞ്ഞത് അങ്ങേര് ജഡ്ജ്മെൻറ്റിൽ എഴുതി വെച്ചു. എൻ്റെ എല്ലാ ജഡ്ജ്മെൻറ്റ് കോപ്പിയുമുണ്ട്. ഇത് കോടതിയിൽ നടന്നു, പക്ഷേ ജഡ്ജ്മെൻറ്റ് ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല. കൺവേർഷൻ്റെ ഇത് ഇല്ലീഗൽ ഇമിഗ്രൻസിനെ പുറത്താക്കുന്നു. വാസ്തവത്തിൽ CAA നടപ്പാക്കണമെന്നാണ് അതിൻ്റെ സാരം. അതൊന്നുമില്ല. ഇതുപോലെ ജസ്റ്റിസ് പർദീവാല ഒരു കളി കളിച്ചു. ഈ നാട്ടിൽ നടന്ന സകല കുഴപ്പങ്ങൾക്കും ഉത്തരവാദി നിങ്ങളാണ്. അപ്പോഴത്തേക്ക് 2 കൊലപാതകങ്ങൾ സർത്തൻ സെ ജുദ കഴിഞ്ഞിരുന്നു, 2 പേര് മരിച്ചു കഴിഞ്ഞിരുന്നു. ഇതിനൊക്കെ ഉത്തരവാദി നിങ്ങളാണ്. ഈ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കിയത് നിങ്ങളാണ്. നിങ്ങളാരാണെന്നാണ് നിങ്ങളുടെ വിചാരം എന്നൊക്കെ പറഞ്ഞിട്ട് പൊട്ടിത്തെറിച്ച് വഷളായി. വക്കീൽ ഈ ഹർജി പിൻവലിച്ചു. പിൻവലിക്കാതെ വേറെ മാർഗ്ഗമില്ല. എന്തിന് പിൻവലിച്ചു? അയാൾ എന്താണെന്ന് വെച്ചാൽ എഴുതട്ടെ. അങ്ങനെയല്ല. അയാളിത് ഡിസ്മിസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. പിന്നെ നൂപുർ ശർമ്മ ഈ പറഞ്ഞ സകല മജിസ്ട്രേറ്റ് കോടതിയിലും പോകേണ്ടി വരും. പക്ഷേ ഹർജി പിൻവലിച്ചാൽ ഒരു 4 ദിവസം കഴിയുമ്പോൾ വേറൊരു ബെഞ്ചിലേക്ക് ഹർജി പോകും. സാധാരണ ഇതിൽ അവർ ശരി ഏത് കോടതി, ഡൽഹിയിലെ ഒരു കോടതി ഫിക്സ് ചെയ്തു, കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ സംഭവം. ബട്ട് പർദീവാല വാണ്ടഡ് ടു സ്കോർ സം പോയിൻറ്റ്സ്. He thought he will become one of the most secular judge in India. So he made that comment, which further aggravated the situation. സുപ്രീം കോടതി കമൻ്റ് അടിച്ച് വഷളാക്കിയ ഒരു കേസ് ഇതാണ്. അതോടെ ഇവർക്ക് ഒന്നുകൂടെ ഉറപ്പായി. കണ്ടോ, സുപ്രീം കോടതി പറഞ്ഞു നൂപുർ ശർമ്മയാണ് കുറ്റക്കാരി എന്ന് പറഞ്ഞു. ശരിയാണ്, പറഞ്ഞതാണ്. ഈ രാജ്യത്തെ സകല കുഴപ്പത്തിനും ഉത്തരവാദി നിങ്ങളാണ് എന്ന് ജസ്റ്റിസ് പർദീവാല പറയുന്നു. അതിനർത്ഥം എന്താ? അവരാണ് കുറ്റക്കാരി എല്ലാ കുഴപ്പത്തിനും. ഇതേ ചൊല്ലിയുള്ള കുഴപ്പം മാത്രമല്ല, ബാക്കി സകല കുഴപ്പത്തിനും എല്ലാ കുഴപ്പവും എന്നാണ് പറഞ്ഞത്. ഇങ്ങനെയൊക്കെ വന്നിട്ട് ആ സ്ത്രീ ഇതൊക്കെ സഹിക്കാം. BJP ഡിഡ് നോട്ട് സപ്പോർട്ട് ഹർ. ഖത്തർ ഇതിൽ ഈ ബഹളം വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യം പ്രതികരിച്ച് ഖത്തറാണ്. ഖത്തറിനോട് ഇന്ത്യ മാപ്പ് ചോദിച്ചു. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു ഫ്രിഞ്ച് എലമെൻ്റാണ് അവർ. ഫ്രിഞ്ച് എന്ന് പറഞ്ഞാൽ അരികിലുള്ള തല്ലിപ്പൊളികൾ. സാധാരണ ഫ്രിഞ്ചിനെ അങ്ങനെയാണ് പറയുന്നത്. ബോധമില്ലാതെ ആവേശം കയറി എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞ് ഫ്രിഞ്ച് എലമെൻറ്റ്സ് എല്ലാ പാർട്ടിക്കും ഉണ്ടത്. അപ്പോൾ ഞങ്ങളുടെ പാർട്ടിയിൽ അങ്ങനെയുള്ളൊരു ഫ്രിഞ്ച് എലമെൻ്റാണ്. എന്നിട്ട് വക്താവിൻ്റെ സ്ഥാനത്ത് നിന്ന് ഇവരെ മാറ്റി ഖത്തറിന് മാപ്പ് എഴുതി കൊടുത്തു. ഒരു പക്ഷേ സർക്കാർ അത് ചെയ്യാനൊരു കാരണമുണ്ട്. നമ്മളുടെ 8 നേവൽ ഓഫീസർ റിട്ടയർഡ് അന്ന് അവിടെ കോടതിയിൽ ട്രയലിലാണ്. അവർക്ക് വധശിക്ഷ കിട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം ചാരവൃത്തി എന്ന് പറഞ്ഞാണ് അവരെ പിടിച്ചിരിക്കുന്നത്. ചാരവൃത്തിക്ക് അവിടെ ശിക്ഷ വധശിക്ഷയാണ്. പിന്നെ ആകെ ഇത് ഇളവ് ചെയ്യാൻ സാധിക്കുന്നത് ഈ ഖത്തറിലെ അമീറിന് മാത്രമാണ്. ഒരുപക്ഷെ അതുകൊണ്ടാണോ നമ്മളൊരു ചെറിയ ഇതങ്ങ് കാണിച്ചു. അല്ലെങ്കിൽ അന്ന് മോദിക്ക് 2019 കഴിഞ്ഞാണ് റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ നിൽക്കിയ ആശാൻ, ഒരുത്തനെയും പേടിയില്ലാതെ. പിന്നെ എന്തിന് ഖത്തറിന് മുമ്പിൽ, ചെറിയൊരു രാജ്യമാണ്, അതിന് മുമ്പിൽ മുട്ടുമടക്കാൻ എന്താ ഇത്ര വലിയ? അങ്ങനെ അങ്ങ് പേടിപ്പിക്കാനൊന്നും ഖത്തറില്ല. ഖത്തർ എണ്ണ തരുന്നുണ്ട്, പിണ്ണാക്ക് തരുന്നുണ്ട്, ഗ്യാസ് തരുന്നുണ്ട്, വ്യവസായമുണ്ട്, കാര്യമൊക്കെ ശരി. ഇത്രയങ്ങ് മുട്ടിലെഴേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിശ്വസിക്കുന്നത് ഈ 8 നേവൽ ഓഫീസർമാരെ വെച്ചുള്ള ഒരു ബാർഗെയിനായിരിക്കണം അന്ന് നടന്നിരിക്കുന്നത്. പ്രതീക്ഷ പോലെ തന്നെ ഈ 8 പേരെയും അമീറിൻ്റെ സ്പെഷ്യൽ അധികാരം ഉപയോഗിച്ചിട്ട് അമീർ വിട്ടു, തൂക്കിക്കൊന്നില്ല. ശരി, മനസ്സിലായി. പക്ഷേ അപ്പോൾ പോലും ഇവരെ ഈ വക്താവിൻ്റെ സ്ഥാനത്തുനിന്ന് മാറ്റേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. പാർട്ടി അവരെ ഉപേക്ഷിച്ചു എന്നുള്ള സ്ഥിതി വന്നപ്പോഴാണ് അവർ പിന്നെ അനാഥയായി. അവർക്ക് സെക്യൂരിറ്റി കൊടുക്കേണ്ടി വന്നു. ഈ സെക്യൂരിറ്റിയുടെയൊക്കെ ചിലവാരാ വഹിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോഴും ആ സ്ത്രീ ഷീസ് ലോയൽ ടു ദ പാർട്ടി. അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പാർട്ടി എന്നെ സഹായിച്ചു, പാർട്ടി എല്ലാ രീതിയിലും എന്നെ സംരക്ഷിക്കുന്നുണ്ട്, അത് ഇതെന്നൊക്കെ. പക്ഷേ പുറത്തിറങ്ങാൻ നിർവാഹമില്ല. ഇതാണ് നൂപുർ ശർമ്മയുടെ ബാക്കി. അല്ല, ഈ അമിത്ഷായും നരേന്ദ്രമോദിയും ആരെയാണ് പേടിക്കുന്നത്? പേടിക്കുന്നത് ഈ പറഞ്ഞ ജിഹാദി അർബൻ നക്സൽ ഇക്കോ സിസ്റ്റത്തെയാണ്. അത് പേടിയല്ല, ഒരു മൈൻഡ് സെറ്റാണത്. ഒരുപാട് പേർക്ക്, പ്രത്യേകിച്ചും ഭരണത്തിൽ കയറുന്ന BJPക്കാർക്ക് ഭരണാധികാരി ആകുമ്പോൾ ഉണ്ടാവുന്ന ഒരു പേടിയാണ്. ആ പേടിയുടെ പുറത്താണ് ഈ നമ്മുടെ കാർഷിക നിയമങ്ങൾ പിൻവലിച്ചില്ലേ,
എന്തിനായിരുന്നു? ഈ പേടിയുടെ പുറത്താണ്. അത് എന്നിട്ട് അത് അങ്ങനെയല്ല, അതൊരു മാസ്റ്റർ സ്ട്രോക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തെ മോദിയെ ഈ നിങ്ങൾക്ക് ന്യായീകരിക്കാൻ എന്താ ന്യായീകരിക്കാൻ പാടില്ലാത്ത എല്ലാ സാധനവും അത് ഇങ്ങനെ ആയിരിക്കും അങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞ് ന്യായീകരിക്കാം. ബട്ട് ഇറ്റ് വാസ് ഹി ടുക്ക് ഹിസ് സ്റ്റെപ്പ്. പക്ഷെ എനിക്ക് തോന്നി ഇടയ്ക്ക് ഒരു വാർത്തയൊക്കെ വന്നല്ലോ, മോദിക്ക് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കിട്ടാനുള്ള പട്ടികയിൽ വരുന്നു എന്നുള്ള. ഫേക്കാണോ അല്ല, കുറേ പ്രൊപ്പഗാൻഡയൊക്കെ വന്നു. അതൊക്കെ വന്നപ്പോൾ മോദിയുടെ മനസ്സൊന്ന് മാറിയോ? ഹി ഈസ് നോട്ട് ദാറ്റ് ചീപ്പ് എ മാൻ. നോബൽ സമ്മാനത്തിൻ്റെ പിന്നാലേക്ക് പോകുന്നൊരു ക്യാരക്ടറൊന്നുമല്ല മോദി. മോദിയുടെ ചില കാൽക്കുലേഷൻസ് അത് തെറ്റിപ്പോവുക, ചില ആൾക്കാരുടെ പിന്തുണ പ്രതീക്ഷിച്ചു അത് കിട്ടിയില്ല, ഇങ്ങനെയൊക്കെ വന്നപ്പോഴാണ് ഒന്നോ രണ്ടോ തവണ. ഇതാദ്യമായിട്ടൊന്നുമല്ല. 2014 മോദി ആദ്യം കൊണ്ടുവന്നൊരു ബില്ല് ലാൻഡ് അക്വസിഷൻ ബില്ലായിരുന്നു. 11 ദിവസത്തിനകം ആ ബില്ല് പിൻവലിച്ചു. ഓർഡിനൻസ് ആക്കി കൊണ്ടുവന്നതാണ്. 11 ദിവസത്തിനകം അത് പിൻവലിച്ചു. കാരണം രാജ്യസഭയിൽ അത് തോറ്റുപോകും. രാജ്യസഭയിൽ അന്ന് BJPക്ക് രാജ്യസഭയിൽ ഭൂരിപക്ഷമില്ല. ലോക്സഭയിലാണ് 2014 ഭൂരിപക്ഷം. രാജ്യസഭ അപ്പോഴും ഓപ്പോസിഷൻ്റെ കയ്യിലിരിക്കുകയാണ്. അപ്പോൾ ഓപ്പോസിഷനിൽ നിന്ന് കുറച്ച് പേര് പുള്ളിയെ പിന്താങ്ങും എന്ന് വാക്ക് കൊടുത്തിരുന്നു. അവർ കാലുമാറി എന്ന് പറഞ്ഞാൽ ഓർഡിനൻസ് ഇറങ്ങിയിട്ട് രാജ്യത്തെ മൊത്തം പ്രതികരണം നോക്കി കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു, ചേട്ടാ ഇത് ശരിയാവില്ല. വാസ്തവത്തിൽ നല്ല ഒന്നാന്തരം ബില്ലായിരുന്നു കേട്ടോ അത്. ബ്ലാങ്കറ്റായിട്ട് സുനിൽ ആലോചിച്ചു. ഞാനിപ്പോഴും ആ ഓർഡിനൻസ് വായിച്ച് എനിക്ക് വലിയ സന്തോഷമായിരുന്നു. ഈ സ്ഥലം ഏറ്റെടുക്കുന്നുണ്ട് ലാൻഡ് അക്വസിഷൻ, അത് ഗ്രാമപ്രദേശത്താണെങ്കിൽ മാർക്കറ്റ് പ്രൈസിൻ്റെ 4 times, നഗരപ്രദേശത്താണെങ്കിൽ മാർക്കറ്റ് പ്രൈസിൻ്റെ ഡബിൾ, പ്ലസ് ഗ്രാമപ്രദേശത്ത് ഇത്രയും സ്ഥലം. ഓ, നല്ല ഓഫറായിരുന്നല്ലോ. അതെ, കാരണം നഗരത്തിലുള്ള ആളിന് നഷ്ടമുണ്ട്. അതിന് ഇരട്ടി കാശ് തരാം. തുല്യമായ സ്ഥലം ഏതെങ്കിലും ഗ്രാമപ്രദേശത്തായിരിക്കും. അതികൾക്ക് പിന്നെ വിൽക്കാനേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇയാൾ അങ്ങോട്ട് സ്ഥലം മാറണം. കാരണം ഇയാളുടെ ഇവിടെ കണ്ണായ സ്ഥലത്ത് വെച്ചിരുന്ന കടയാണ് ഈ പോകുന്നത്. അതിൻ്റെ എത്ര വർഷത്തെ വരുമാനമാണ് അയാൾ പോകുന്നത്, എത്ര പരമ്പരകൾ അതുകൊണ്ട് ജീവിക്കാനുള്ളത്, ഇതൊക്കെ കണക്ക് കൂട്ടിയാണ് ചെയ്തത്. ഗ്രാമപ്രദേശത്ത് ഒരു ചോദ്യവും പറച്ചിലുമില്ല. നിങ്ങളുടെ ഭൂമി എത്രയാണോ അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് എത്രയാണ്, 4 times പൈസ പിടിച്ചു. നിങ്ങൾ നഗരത്തിൽ പോയി സെറ്റിലാകുകയോ ബാങ്കിലിട്ട് പലിശ കൊണ്ട് ജീവിക്കുകയോ ഗ്രാമത്തിൽ തന്നെ ഇരട്ടി സ്ഥലം മേടിക്കുകയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ഇരട്ടി കാശ്. ഇതായിരുന്നു 11 ദിവസം ആ ഓർഡിനൻസ് നിന്നുള്ളൂ. അത് ഇവന്മാർ കാലുമാറിയിട്ടാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇതുപോലെ ചില കാര്യങ്ങൾക്കല്ലാതെ ഈ സായിപ്പന്മാരുടെ ഇതിനും നോബൽ സമ്മാനത്തിനും അതിനൊന്നും പോകുന്ന ആളല്ല മോദി. അങ്ങനെ ഒരു മനുഷ്യനെ നമ്മൾ കുറച്ച് കാണാൻ പാടില്ല. പക്ഷെ എന്നാലും ഈ നമ്മുടെ രാജ്യത്ത് 80% ഇപ്പോഴും ഹിന്ദുക്കളാണ്. ഈ നൂപുർ ശർമ്മ ആ കൂട്ടത്തിലൊരാളാണ്. അവരുടെ മാതൃരാജ്യമാണ്. അവരാകെ പറഞ്ഞത് നിങ്ങളുടെ വിശുദ്ധ പുസ്തകത്തിൽ ഇങ്ങനെയുണ്ട് എന്ന് മാത്രം, ഇല്ലാത്ത കാര്യമല്ല, അത്രയും പറഞ്ഞതിൻ്റെ പേരിൽ ഒരു അത് ശരിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. അവിടെ പോലും ഞാൻ ഒരു സംശയത്തിൻ്റെ ആനുകൂല്യം മോദിക്ക് കൊടുക്കും. കാരണം അവർ 8 naval officers were in their custody. ഖത്തർ ഇപ്പോഴും നൂപുർ ശർമ്മ വഴിയാധാരമാണ്. ഇപ്പോൾ പിന്നെ അപ്പോഴത്തേക്ക് ഈ ഒരു ദുരിതമുണ്ട് പൊളിറ്റിക്കൽ പാർട്ടിയിൽ. ഒരിക്കലൊരു ചേഞ്ച് സംഭവിച്ചാൽ അത് തിരിച്ചാകാൻ പ്രയാസമാണ്. ഐ വിൽ ടെൽ യു അനദർ എക്സാമ്പിൾ. ജെയിൻ ഹവാല ഡയറി കേസ് വന്നപ്പോൾ LK അദ്വാനി ലോക്സഭാംഗത്വം രാജിവെച്ചു. ഞാനിനി ഈ കേസിൽ നിരപരാധിയാണ് എന്ന് കോടതി പറഞ്ഞാലല്ലാതെ ഞാൻ തിരിച്ച് ലോക്സഭയിലേക്കില്ല. ഇപ്പം ജെയിൻ ഹവാല ഡയറി കേസിൽ പേരുള്ള വേറൊരാൾ ഡൽഹി മുഖ്യമന്ത്രി മദൻലാൽ ഖുറാനയാണ്. സ്വാഭാവികമായിട്ട് മദൻലാൽ ഖുറാനെ രാജിവെക്കണ്ടേ, രാജിവെച്ചു. ജെയിൻ ഹവാല ഡയറി കേസ് കഴിഞ്ഞപ്പോൾ അദ്വാനി ഷൈനിങ് ആയിട്ട് ലോക്സഭയിലേക്ക് തിരിച്ചു കയറി. മദൻലാൽ ഖുറാനയ്ക്ക് കയറാൻ പറ്റില്ല. കാരണം ഖുറാന ഇറങ്ങിയപ്പോൾ ആ കസേരയിൽ കയറിയിരുന്നത് സാഹിബ് സിംഗ് വർമ്മയാണ്. സാഹിബ് സിംഗ് വർമ്മ പറഞ്ഞു ഞാൻ മാറി തരില്ല. എന്ത് ചെയ്യും? അങ്ങനെയാണ് സാഹിബ് സിംഗ് വർമ്മയും മദൻലാൽ ഖുറാനയും തമ്മിൽ വഴക്കുണ്ടാകുന്നത്. ആ വഴക്കിൻ്റെ കൾമിനേഷനിൽ സുഷമാ സ്വരാജിനെ കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയാക്കുകയും ഉള്ളിവില കൂടി എന്നൊക്കെ പറഞ്ഞിട്ട് ആ സർക്കാർ പോവുകയും ചെയ്തു. അതിനുശേഷം ഡൽഹി സംസ്ഥാനം BJP ഭരിച്ചിട്ടില്ല. ഡൽഹി മുനിസിപ്പാലിറ്റി ഭരിച്ചു, ഡൽഹി ലോക്സഭാ സീറ്റ് മുഴുവൻ കൊണ്ടുപോയി, ഇത്തവണയും കൊണ്ടുപോയി. പക്ഷേ ഡൽഹി സംസ്ഥാനം കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഈ പൊളിറ്റിക്സിൽ ഒരിക്കൽ ഒന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ
പിന്നെ ആ മൊറാലിറ്റി വെച്ചിട്ട് അതല്ല അത് അങ്ങേർക്കാൻ കൊടുക്ക് എന്ന് പറയാൻ ആളുണ്ടാവില്ല. പക്ഷേ അതിന് വേണ്ടിയിട്ട് ഒരു ആഭ്യന്തര കലഹം പാർട്ടിയിൽ നടത്താനായിട്ട് മോദിയും തയ്യാറാവില്ല. അല്ല, ഇതിനകത്ത് ഒരു പൊസിഷനില്ല. ബി ജെ പിയിലേക്ക് തിരിച്ചു വന്നാൽ പോരെ? മതി. ബി ജെ പിയിലാണ് ഇപ്പോൾ അവർ. ബി ജെ പിയിലാണ്. ബി ജെ പി എന്നവർ വക്താവല്ല. അവർക്ക് അവരെ സംരക്ഷിക്കേണ്ട ഒരു ഈ വക്താവായിരുന്ന സത്യം മാത്രം പറഞ്ഞ, സത്യം പറയട്ടെ എന്ന് ചോദിച്ചതേ ഉള്ളൂ. ആ ഒരാൾക്ക് ഹിന്ദുക്കൾ ഭൂരിപക്ഷമായ ഈ രാജ്യത്ത് ഇതാണ് അവസ്ഥയെങ്കിൽ എങ്ങനെ ഞങ്ങൾ ഹിന്ദുക്കൾ ഈ പാർട്ടിയെ, ഈ സർക്കാരിനെ വിശ്വസിക്കും എന്നൊരു ചോദ്യം വളരെ പ്രബലമാണ്. ഇല്ല, ഇതൊക്കെ അന്ന് തന്നെ ചോദിച്ചു കഴിഞ്ഞതാണ്. ഇപ്പോഴും ചോദിക്കാലോ. ഇപ്പോൾ അവരുടെ ഈ സ്പീച്ച് പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും സുനിൽ ചോദിക്കുന്നു എന്നുള്ളതല്ലാതെ ഇതൊക്കെ അന്ന് തന്നെ സിറ്റുവേഷൻ മാറിയിട്ടില്ലല്ലോ. അവരെ വക്താവിൻ്റെ സ്ഥാനത്ത് നിന്ന് അവരെ മാറ്റിയപ്പോൾ തന്നെ ഈ ചോദ്യമൊക്കെ ഹിന്ദുക്കൾ ചോദിച്ചതാണ്. ഇത്രയും ഭൂരിപക്ഷമൊക്കെ തന്നിട്ട് കാരണവരെ നിങ്ങളെ അവിടെ ഇരുത്തിയിരിക്കുന്നത് എന്തിനാണ്? അത് ആ ഒരു ചോദ്യം അന്ന് തന്നെ ഉയർന്നതാണ്. ഈ നമ്മളൊരു, ഞാൻ പറഞ്ഞില്ലേ, ഒരു ഭരണാധികാരിയായിട്ടിരിക്കുമ്പോൾ പല രീതിയിലുള്ള കൺസിഡറേഷൻസ് വെച്ചിട്ട് ഒരു തീരുമാനം എടുക്കും. എന്നിട്ട് വിചാരിക്കും ഈ ബഹളം കഴിയുമ്പോൾ ഇവരെ തിരിച്ചെടുക്കാമെന്ന് വിചാരിക്കും. ബഹളം കഴിയുമ്പോൾ ബഹളം ഇപ്പോൾ കഴിഞ്ഞു, പക്ഷേ തിരിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥയാകും. അതാണ് രാഷ്ട്രീയ. ഞാൻ അതാണ് ചോദിക്കുന്നത്. ഈ അന്ന് എന്താ സാഹിബ് സിംഗ് വർമ്മ രാജിവെച്ചിട്ട് മദൻലാൽ ഖുറാന ആയിക്കോട്ടെ, ബട്ട് വെക്കേണ്ടതല്ലേ, മോറലി വെപ്പിക്കേണ്ടതല്ലേ? അതിപ്പോൾ ഞാൻ മാറില്ലെന്ന് പറഞ്ഞൊന്നും ചെയ്യാനില്ല. അല്ല, മാറില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേരെ പുറത്താക്കാം. അല്ല, ഇവിടെ ഞാൻ പറയുന്നത് അങ്ങേരുടെ മുകളിൽ അന്ന് അദ്വാനിയുണ്ട്, വാജ്പേയിയുണ്ട്, മുരളി മനോഹർ ജോഷിയുണ്ട്. ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ്, 3 പേര് ചേർന്ന ലീഡർഷിപ്പ് ബി ജെ പിക്ക് ഉണ്ടായിട്ടില്ല അതിനുശേഷം. ഇപ്പോഴാണെങ്കിൽ 2 പേരെന്ന് പറയാം, മോദിയും ഷായും. മറ്റേ 3 പേരുണ്ട് ഈക്വലി പവർഫുൾ, ഭയങ്കര എമിനൻറ്റ് കേപ്പബിൾ ആൾക്കാർ. അവർ സാഹിബ് സിംഗ് വർമ്മയോട് ചോദിക്കുന്നു, താൻ രാജിവെക്കുന്നോ? ഇല്ല, ഞാൻ വയ്ക്കുന്നില്ല. എന്നാൽ പാർലമെൻ്ററി പാർട്ടി കൂടിയിട്ട് തന്നിൽ അവിശ്വാസം രേഖപ്പെടുത്തി പുറത്താക്കുന്നുണ്ട്, എന്നിട്ട് വേറെ നേതാവിനെ തിരഞ്ഞെടുക്കും എന്ന് പറയണ്ടേ? പറഞ്ഞില്ല. കാരണം അതാണ് പൊളിറ്റിക്സിൻ്റെ സ്വഭാവം. ഒരിക്കലും അത് മറിഞ്ഞു കഴിഞ്ഞാൽ പോയി. അതുകൊണ്ടാണ് സാഹിബ് സിംഗ് വർമ്മയെ രാജിവെക്കാത്തത്. അയാൾക്കറിയാം ഈ പറഞ്ഞ ഈ ന്യായവും ധർമ്മവും ഒക്കെ നോക്കിയിട്ട് ഇപ്പോൾ രാജിവെച്ച് കഴിഞ്ഞാൽ ഞാനൊന്നും അല്ലാതെ കറിവേപ്പിലയായി പോകുന്നു അങ്ങേർക്കറിയാം. അങ്ങേരെ അതിൽ കയറി പിടിച്ചു. അങ്ങേര് പിന്നെ അവിടെ നിന്ന് കേന്ദ്രത്തിൽ തൊഴിൽ, നല്ല മനുഷ്യനായിരുന്നു കേട്ടോ, ഭയങ്കര ജനകീയനാണ്. ഈ 2 പേരും അതെ. ഈ മദൻലാൽ ഖുറാനയ്ക്ക് സിഖുകാരുടെ ഇടയ്ക്ക് ഭയങ്കര ഗുഡ് വില്ലുണ്ടായിരുന്നു. സാഹിബ് സിംഗ് വർമ്മയ്ക്ക് ഹരിയാനവി കമ്മ്യൂണിറ്റിയൊക്കെ ആയിട്ട് ഭയങ്കര ഗുഡ് വില്ല് അങ്ങേർക്കുമുണ്ട്. 2 പേരും ശക്തന്മാരാണ്. അങ്ങനെ സംഭവിച്ചു. ഞാൻ പറഞ്ഞത് പൊളിറ്റിക്സിൽ ഒരു ഇവൻ്റ് കഴിഞ്ഞു പോയാൽ അത് പോയി പിന്നെ പലപ്പോഴും അത് തിരിച്ചു വരില്ല. 100% തിരിച്ചു വരില്ല. 100% തിരിച്ചു വരില്ല എന്ന് ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ പെട്ടെന്നൊരു ദിവസം നൂപുർ ശർമ്മയെ രാജ്യസഭയിലേക്ക് മെമ്പറായിട്ട് എടുത്തു എന്ന് സുനിൽ കേട്ടു എന്ന് വരും. ഞാൻ എണീറ്റ് നിന്ന് കൈയടിക്കും. എണീറ്റ് നിന്ന് കൈയടിക്കാനായിട്ട് കൈയൊക്കെ റെഡിയാക്കി വെച്ചു. പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സിൻ്റെ ഒരു കളിയാണ്. അതിൽ സമർത്ഥന്മാർ ജയിക്കും. ഈ വലിയ ആദർശം തേങ്ങാക്കൊലയൊക്കെ പറഞ്ഞിരിക്കുന്നത് വീട്ടിലിരിക്കും. അതുകൊണ്ടല്ലേ നമ്മളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. അതിന് വേറൊരു മിടുക്ക് വേണം. അത് മോശം എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്, അത് വേറൊരു ഏരിയയാണ് അവിടെ ഇതൊക്കെ നടക്കും. അപ്പോൾ അതുകൊണ്ട് നൂപുർ ശർമ്മ അവരുടെ വികാരഭരിതമായ പ്രസംഗം ഞാനൊരു 4-5 ദിവസം മുമ്പ് തന്നെ കേട്ടു. അത് ട്വിറ്ററിൽ വന്നിരുന്നു. 10-15 തവണ കേട്ടു. അപ്പോൾ അത് സംഭവം സത്യമാണ് അവരിങ്ങനെ പറയുന്നത്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ പോലും അവർ കുറ്റപ്പെടുത്തുന്നത് ആരെയാണ്? അവരെ വഴിയിൽ ഉപേക്ഷിച്ചവരെ അല്ല, മറ്റവരെ തന്നെയാണ് അവർ കുറ്റം പറയുന്നത്. അത് അവരുടെ ഒരു രാഷ്ട്രീയ, അതിൻ്റെ പേരിൽ അവരെ ചീത്ത പറഞ്ഞിട്ടുമുണ്ട്. അവർ ട്വിറ്ററിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ അതിൻ്റെ പേരിൽ അവരെ ചീത്ത പറഞ്ഞു. ഇത്രയൊക്കെ കഴിഞ്ഞിട്ടും ഈ സ്ത്രീ ഇവന്മാരെ അവരെ പുറത്താക്കിയവരെ കുറ്റം പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് അവരുടെ ഒരു പാർട്ടി ലോയൽറ്റിയാണ്. But that's not a good thing to do, though it is, you can bracket it as loyalty. അല്ല, എവിടേക്കോ കാഴ്ചകൾ ചെല്ലാനുണ്ട്, ഏതൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കാനുണ്ട്. ഉണ്ടല്ലോ, ഒരുപാട് ശബ്ദങ്ങൾ കേൾക്കാനുണ്ട്. അതിൻ്റെ ഒരു ഇൻഡിക്കേഷനല്ലേ മോദിക്ക് കിട്ടിയത്? ഒരുപാട് ശബ്ദം നിങ്ങൾ അവഗണിച്ചു എന്നുള്ളതിൻ്റെ ഇൻഡിക്കേഷനാണ് കിട്ടിയത്. ഒരു ശബ്ദമല്ല. ഇപ്പോൾ അതിനുള്ള കരുത്തുമില്ല. അതൊക്കെയുണ്ട്. ഉണ്ടോ? പിന്നെ പ്രതീക്ഷിക്കാവോ? ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ ഹെൽത്തി ആയിട്ടുള്ള സിംഹത്തേക്കാൾ വളരെ പവർഫുള്ളായിരിക്കും മുറിവേറ്റ സിംഹം. അതെപ്പോഴും മനസ്സിലുണ്ടാവണം. കണ്ടാൽ മതി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ
ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.